വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവതി ആൾക്കുട്ടികളെ, പന്തകുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 50 എന്ന് മാത്രമേ ഉള്ളൂ. 50-ാം ദിവസം സെയ്യാൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാ നിരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെയും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. അവർ ശക്തി പ്രാപിച്ചു. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതാണ് കാണുന്നത്. പത്രോസും മറ്റു ശിഷ്യന്മാരും അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, അവർക്ക് കൃപകൾ വരങ്ങൾ കിട്ടിയപ്പോൾ അവർ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. പഴയ നിയമത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ മനുഷ്യൻ ദൈവത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ, ദൈവത്തിനെതിരെ അവൻ ഉയരാൻ ശ്രമിച്ചപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ ഭിന്നിപ്പിച്ചു. ആ ഭാഷകൾ ഒന്നിച്ചു ചേരുന്നത് എവിടെ വെച്ചാ? പന്തകുസ്തയിൽ വെച്ചാ. പന്തകുസ്തയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭാഷക്കാർ, മേദിയക്കാർ, മെസ്സപ്പൊട്ടേമിയർ, അറബിയർ എല്ലാം വന്ന് ചേരുമ്പോൾ വീണ്ടും പരിശുദ്ധ അമ്മ യേശുവിനെ പ്രസവിച്ച് ആ പഴയ ഉടമ്പടി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ, പഴയ കാലത്ത് ദൈവത്തിനെതിരെ പ്രതികരിച്ച ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ കൊടുത്തു. ആ ഭാഷ വെച്ച് അറിയില്ലാത്ത പത്രോസ് പ്രസംഗിച്ചപ്പോൾ വിവിധ ഭാഷകളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ദേശങ്ങളിൽ നിന്നും വന്നവർക്ക് താങ്കളുടെ ഭാഷയിൽ അവ കേൾക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ നഷ്ടപ്പെട്ട മക്കൾ അല്ലെങ്കിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് പുതിയ നിയമത്തിൽ മനുഷ്യരെ നേടിയെടുത്തത് യേശുക്രിസ്തുവിലൂടെയാണ്. യേശുക്രിസ്തു എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിൻബലം എവിടെയാണെന്ന് വെച്ചാൽ പഴയ നിയമമാണ്. പഴയ നിയമത്തിലെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു കടന്നു വന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ 3 ഒന്ന് അവരുടെ പെസഹ തിരുനാൾ, 2 കൂടാര തിരുനാൾ. പെസഹ തിരുനാൾ എന്ന് പറഞ്ഞാൽ കോലാടുകളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കുഞ്ഞാടുകളെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് അവർ അൾത്താരയിലും അല്ലെങ്കിൽ ബലിപീഠത്തിലും തളിക്കുന്നതാണ്. കൂടാര തിരുനാളെന്ന് പറഞ്ഞാൽ കൂടാരത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി വസിച്ചു. ഹല്ലേലൂയ. വാഗ്ദാന കൂടാരത്തിൽ കൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ, അഹരോന്റെ തളർത്തപടി, മന്ന, ഇത് കൂടാരത്തിൽ അവരോടൊത്ത് ദൈവം വസിച്ചതിൻ്റെ പ്രതിയാണ്. 3-ാമത്തേത് എന്താണെന്ന് വെച്ചാൽ അത് പന്തക്കുസ്ത തിരുനാൾ. ഇസ്രായേൽ ജനത്തിൻ്റെ തിരുനാളുകളിൽ ഏറ്റവും വലിയ തിരുനാൾ ഏതായിരിക്കും? പെസഹ ആണോ? കൂടാര തിരുനാളാണോ? പന്തക്കുസ്ത തിരുനാൾ. ഏറ്റവും കറക്റ്റാണ്, പന്തക്കുസ്ത തിരുനാൾ. ഹല്ലേലൂയ. കാരണം എന്താണെന്നാൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെട്ടു, വാഗ്ദാന നാട് തേടി പുറപ്പെട്ടു. അവർ പുറപ്പെട്ട് 50-ാമത്തെ ദിവസം ദൈവം സീനാ മലയിൽ വെച്ച് അവരുമായിട്ട് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടി സ്ഥാപിച്ചതിന് ശേഷം ദൈവം ചെയ്തൊരു കാര്യം ഇതാണ്: ആ ഉടമ്പടിയുടെ പ്രതീകമായിട്ട് അവർക്ക് തോറ കൊടുത്തു. തോറ എന്നതിൻ്റെ നിയമഗ്രന്ഥം കൊടുത്തു. ഹല്ലേലൂയ. നിയമഗ്രന്ഥം കൊടുത്തു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയാം. 20-ലേക്ക് കയറുമ്പോഴും ആ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾ സീനാ മലയിൽ 50-ാമത്തെ ദിവസം ഞാനും നീയുമായിട്ട്, മോസസിനോട് ഞാനും ഇസ്രായേൽ ജനവുമായിട്ട് ചെയ്ത ഉടമ്പടി നിങ്ങൾ പാലിക്കണം. 2-ാമത് അവർക്ക് വേണ്ടി 10 വാക്യങ്ങൾ കൊടുക്കുക, 10 പ്രമാണങ്ങൾ കൊടുക്കുക. അത് നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ അനുസരിച്ചാൽ 19:5 പറയുന്നത് പോലെ, അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കും.
കാരണം ഉടമ്പടി പാലിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാവും, സ്വന്തം ജനം. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത, വിളിച്ചാൽ വിളി കേൾക്കാത്ത രോഗങ്ങൾ വരുന്നു. ക്യാൻസർ, ട്യൂമർ, കിഡ്നി സംബന്ധ രോഗങ്ങൾ വരുന്നു. ഞാൻ കൊച്ചിന് അഡ്മിഷൻ കിട്ടുന്നില്ല, കൊച്ചിന് വിവാഹം അന്വേഷിച്ചാൽ കിട്ടുന്നില്ല, കൊച്ച് പഠിക്കുന്നില്ല, കൊച്ച് മദ്യപാനത്തിന് പോകുന്നു, മയക്കുമരുന്നിന് പോകുന്നു, അല്ലെങ്കിൽ ജഡിക പാപങ്ങളിലേക്ക് പോകുന്നു, പ്രേമബന്ധത്തിലേക്ക് പോകുന്നു, മിശ്രഭാവത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലവ് ജിഹാദിലേക്ക്, റോമിയ ജിഹാദിൽ, അല്ലെങ്കിൽ ദേശം നഷ്ടപ്പെടുന്നു. ഒരു 10 ഏക്കർ ഉണ്ടായവൻ 5 സെൻറ്റിലേക്ക് ഒതുങ്ങുന്നു, അല്ലെങ്കിൽ മാളികളുണ്ടായവൻ ചെറിയ കുടിയിലേക്ക് പോകുന്നു, വാടകക്കെട്ടിലേക്ക് ഒറ്റക്കാരനുള്ളൂ. അവൻ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു, ഉടമ്പടി ലംഘിച്ചു. 10 പ്രമാണങ്ങളിൽ അവൻ വിശ്വസ്തത പാലിച്ചില്ല. അതുകൊണ്ട് ദൈവം പറയുന്ന ഇപ്രകാരമാണ്, നിങ്ങൾ ഞാനുമായിട്ട് ചെയ്ത ഉടമ്പടി, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ്. രണ്ടാമത്തെ കാര്യമാണ്, നീ ആ ഉടമ്പടിയുടെ നിയമാവലിയാണ് ഈ 10 കൽപ്പനകൾ. അതിൻ്റെ ഇതനുസരിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നീ ചെല്ലുന്ന രാജ്യങ്ങൾ, നീ ചെല്ലുന്ന ദേശങ്ങൾ, നീ ചെല്ലുന്ന കൈ നീട്ടി പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ നിനക്ക് സ്വന്തമായിട്ട് ഞാൻ നിനക്ക്, കാരണം ഈ ലോകം മുഴുവനും എൻ്റേതാണ്, ഈ ലോകം മുഴുവൻ എൻ്റേതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പഴയ ഉടമ്പടി എല്ലാം പോയി കഴിഞ്ഞു. നമ്മുടെ കാർന്നോമാർ ചില അന്യദേവനെ മന്ത്രവാദം, കൂടോദര, ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ദൈവമായിട്ട് ഒരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഞാനും ദൈവവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു, ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു, ഒരു വാഗ്ദാനത്തിൽ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു. പിന്നീട് നമ്മുടെ കുടുംബത്തിൽ ആ ഉടമ്പടി ലംഘനം ഉണ്ടാകില്ല. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ എന്താ പിന്നെ സാത്താൻ വരുമോ, പിശാച് വരുമോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ? അവൻ വരും. ഭയമാണ് എല്ലാത്തിൻ്റെയും കാരണം. അല്ലേ? പേടിയാണ്, ഭയമാണ്. അതുകൊണ്ടാണ് 1 കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ 12-ാമത്തെ വചനം കണ്ട് ഇപ്രകാരമാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നിട്ട് കർത്താവ് പറയാണ്, എല്ലാത്തിലും പ്രധാനം സ്നേഹമാണ്. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ദൈവം അവിടെ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എപ്പോഴും പറയുന്നത്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഭയത്തിന് സ്ഥാനമില്ല, ഭയത്തിനോ മറ്റ് അസ്വസ്ഥതകൾക്ക്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നിട്ട് ഈ പൗലോസിൽ വരാം, സ്നേഹമാണ് ഏറ്റവും വലുത്. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിച്ചാൽ അവിടെ ഭിന്നത. എൻ്റെ അടുത്തൊരു കുടുംബം വന്നു. ഞാൻ അവരോട് ഇവിടെ വെച്ച് സന്ദേശം പറഞ്ഞു, അവിടെ ചെന്ന് സന്ദേശിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുടുംബത്തിന് വേണ്ടി പറയുന്നതെല്ലാം ചേച്ചി നിഷേധിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനൊരു കാര്യമുണ്ട്, കുറേ നേരം നിഷേധിച്ചാൽ പിന്നെ പരിശുദ്ധാത്മാവ് സംസാരിക്കില്ല. അപ്പോൾ ചേച്ചിനെ അന്ന് ഞാൻ തിരുത്തി. അപ്പോൾ ചേച്ചി എന്ന് പറയാൻ ഇവർ തമ്മിൽ ഭിന്നത, ചേട്ടനും ചേച്ചിയും തമ്മിൽ കീരിയും പാമ്പ് വീട്ടിൽ. ചേച്ചി പിള്ളേരുടെ കൂടെയാണ്, ചേട്ടൻ കാര്യങ്ങൾ പറയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവരൊന്നിച്ചാൽ പരിശുദ്ധാത്മാവിടെ, കാരണം എന്താ, ഭാര്യ ഭർത്താക്കന്മാർ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ കുറേ രോഗങ്ങൾ ചേട്ടൻ്റെ ശരീരത്തിൽ അടയാളം ചോദിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ശരിയാണ്, ചേട്ടൻ്റെ രോഗങ്ങൾ ചേച്ചിയുടെ ശരീരത്തിൽ അടയാളം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി സിസ്റ്ററിനെ കണ്ടിട്ട് വരാം. സിസ്റ്ററിനെ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആത്മീയ മേഖലയിലേക്കൊന്ന് ഇറങ്ങി. ആത്മീയ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ദാമ്പത്തിക ജീവിതത്തിൽ ഇവർ ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലല്ല ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ സാത്താൻ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും ആഭിചാര പ്രവൃത്തിയുടെ അടുത്തേക്ക് പോകും. അത് ആരെങ്കിലും ഒരാൾ പോകും. അതിനുശേഷം ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കയറി അവരുടെ മനസ്സങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ അവർ ശാന്തരായി. എന്തുകൊണ്ടായെന്ന് വെച്ചാൽ രണ്ടാളും പൊറുതി പറയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തി സമൂലം മാറ്റിമറിക്കുന്ന വ്യക്തിയാണ്, സമൂലം മാറ്റിമറിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ സഭയെ അവൻ തലകീഴായിട്ട് മറിച്ചു. അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പോയപ്പോൾ ദേശങ്ങളെ തല കീഴായിട്ട് മുറിച്ചു. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ 8-ലോ അങ്ങോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ പോയ ദേശങ്ങളെല്ലാം അവർക്ക് തല കീഴായിട്ട് മുറിച്ചു. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം ഇപ്രകാരം പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ജലത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു.
ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയാണ്, അവൻ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മണ്ണെടുത്ത് കുഴച്ച് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അവൻ ചെയ്തൊരു കാര്യം ഇപ്രകാരമാണ്, അവൻ തൻ്റെ ജീവശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു. ഹല്ലേലൂയ. നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശ്വാസത്തിനുള്ളത് റൂഹ എന്നാണ്, സുറിയാനി. അവൻ ഈ മണ്ണിലേക്ക് അവൻ ആ മൂക്ക് വെച്ച് തേച്ച് വായും ചേർത്ത് വെച്ചിട്ട് അവൻ നിശ്വസിച്ചപ്പോൾ എന്തുണ്ടായി? അത് ജീവൻ പ്രാപിച്ചു. അത് തന്നെയാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചെടുത്തത്. അപ്പസ്തോലന്മാരെ അപ്പസ്തോലന്മാർ ചെയ്യുമ്പോൾ ഈശോ അവരോട് സമാധാനം ആശംസിച്ചതിന് ശേഷം 22-ാമത്തെ വചനത്തിൽ പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു കൃപയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ഈ പരിശുദ്ധാത്മാവ് റൂഹായെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കുന്ന പറയുന്ന ഒരു ഗ്രന്ഥം ഏതാണെന്ന് വെച്ചാൽ യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനങ്ങളുമാണ്. അവിടെ പ്രകാരം പറയാണ്, യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം കൊടുത്തൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി, നമ്മുടെ വ്യക്തിജീവിതങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി, ആത്മീയ മേഖല ബ്ലോക്കായി പോകാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ ഒരു കാര്യമാണ് റൂഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ കൃത്യമായിട്ട് പറയുന്നത്, യേശുവിൻ്റെ അസാന്നിധ്യം ലോകത്തിൽ ഇല്ലാതായിരിക്കാൻ വേണ്ടി യേശു പോകുന്നതിന് മുമ്പേ തന്നെ അപ്പസ്തോലന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. 19-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ സുവിശേഷകന്മാർ പറയുന്ന ഇപ്രകാരമാണ്, അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, അവൻ തല ചാച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാനും പരിശുദ്ധ അമ്മയ്ക്കും റൂഹായെ നൽകിക്കഴിഞ്ഞു എന്നാണ് പറയണത്. കാരണം ദൈവത്തിൻ്റെ പുത്രനെ തലയാക്കേണ്ട ഒരു ആവശ്യവും തല ചേർത്ത് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ. കാരണം എന്താ? യോഹന്നാൻ എപ്പോഴും കുരിശിൻ്റെ ചൂട്ടിൽ ഉണ്ടായിരുന്നു, അവസാനം വരെ ഉണ്ടായിരുന്നു, അല്ലേ? പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബൈബിൾ വാക്യ പണ്ഡിതന്മാർ പറയുന്ന പ്രകാരമാണ്, ഈ യേശു മരിച്ച സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും യോഹന്നാനും കൊടുത്തു. അതുകൊണ്ടാണല്ലോ ദൈവ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പത്മോസ് ദ്വീപിൽ പോയിരുന്ന് അവൻ വറച്ചട്ടിയിൽ എണ്ണയിലിട്ട് കരിച്ചിട്ടും അവൻ പോയിരുന്ന് പ്രാർത്ഥിച്ചത്. അവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വീണ്ടും അവൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയത്. നമുക്ക് 2 അടി തര്, നാളെ സുവിശേഷം പ്രസംഗിക്കുക, നമ്മളെ കൊണ്ട് ജയിലിൽ സുവിശേഷം പ്രസംഗിക്കുക. പിന്നെയാണ് കത്തുന്ന എണ്ണയിൽ അല്ലെങ്കിൽ വറച്ചട്ടിയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമോ? അവനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പറയുന്നത് ഇപ്രകാരമാണ്, യേശുവിൻ്റെ പീഡാ സഹന മരണ രഹസ്യത്തിൻ്റെ ഏറ്റവും മൂർത്തി അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് റൂഹ വന്ന് പന്തക്കുസ്ത വന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അത് യോഹന്നാനാണ് പറയുന്നത്. അതായത് യേശു ദൈവമായ കർത്താവ് യേശുവിനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മോളിൽ ചെന്നു 40 ദിവസം കൂടെ നടന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഒന്ന് ഓർത്ത് നോക്ക്, ഈശോ ഉദ്ധാനം ചെയ്തിട്ട് 40 ദിവസം അവരെ കൂടെ നടന്ന് പഠിപ്പിച്ചു, ബൈബിൾ പഠിപ്പിച്ചു, വിശുദ്ധ ഗ്രന്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു, അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിൽ ചെന്ന 10 ദിവസം അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരോട് പറഞ്ഞ ഇപ്രകാരമാണ്, നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്, ഞാൻ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം. അതിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ 10 ദിവസം പരിശുദ്ധ അമ്മ അവരെ കൂട്ടി പരിശുദ്ധ അമ്മയുടെ കൂടെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ അവർ ശിഷ്യന്മാർ ശിഷ്യൻ പ്ലസ് പരിശുദ്ധാത്മാവ് അവർ അപ്പസ്തോലന്മാരായിട്ട് മാറി. അപ്പസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അയക്കപ്പെട്ടവൻ. ശിഷ്യൻ പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ അവൻ അയക്കപ്പെടുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും 10-15 ആളോടെങ്കിലും ഈശോയെ കൊടുക്കണം. നമ്മൾ മോളിൽ ചെല്ലുമ്പോൾ കർത്താവ് പത്രോസ് ചോദിക്കുകയാണ്, നീ എത്ര ആൾക്ക് വചനം കൊടുത്തു എന്ന് ചോദിക്കുകയാണ്. നീ കയറിപ്പോക്കോ, നിൻ്റെ പാപം ഒന്നും ഞാൻ എടുക്കുന്നില്ല,
നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തണമെന്ന് നമ്മളോട് ഈശോയും മാതാവും പറഞ്ഞിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഇൻസുവിനെ ജയിക്കുന്ന പുസ്തകത്തിൽ പ്രകാരം പറയാം, അമ്മയുടെ വിമല ഹൃദയം സമർപ്പിക്കുന്നല്ല, പക്ഷേ പ്രകാരം പറയാം, സെമിനാരി ജീവിതത്തിലും വൈദികനും ചെയ്യുന്ന പാപത്തിന് ഈ ബെനഡിക്റ്റ് ഫാദറിനോട് പറയാം, നീ അമ്മയുടെ വിമല ഹൃദയത്തിനെ സമർപ്പിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. ഇൻസുവിനെ ജസ് എന്ന പുസ്തകത്തിൽ 234 പേജിലങ്ങാണ്ട് വ്യക്തമായിട്ട് പറയുകയാണ്. ആ പുസ്തകം എടുക്കുന്നതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ പെന്തക്കോസ്തയെക്കുറിച്ച് ഒരു 5-6 സ്ഥലത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയാം, നീ ഈ സെമിനാരി ജീവിതത്തിലെ സെമിനാരിക്കാർ ചെയ്യുന്നതും അല്ലെങ്കിൽ വൈദികർ ചെയ്യുന്ന പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അമ്മയുടെ വിമല ഹൃദയത്തിനെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മുടെ വീട്ടുകാർ ചെയ്യുന്ന പാപത്തിന് എന്ത് ചെയ്യണം? അതാണ് വ്യക്തത. കാരണം ബെനഡിക്റ്റ് ഫാദറിനോട് പറഞ്ഞാൽ നിൻ്റെ സമൂഹം ചെയ്യുന്ന പാപത്തിന് നീ പരിഹാരം ചെയ്യണം. അപ്പോൾ നമ്മുടെ സമൂഹം നമ്മുടെ വീട്ടുകാർ ചെയ്യുന്ന പാപത്തിന് പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, കുദാശകൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന് പാപം നമ്മൾ പരിഹാരം ചെയ്യണം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ്റെ അടുത്ത് ഈ ധ്യാനത്തിന് പോയി പങ്കെടുത്തിട്ട് വന്നൊരു ചേട്ടനോട് അച്ഛൻ്റെ കാര്യം ചോദിച്ചു. കൗൺസിലിംഗ് നടത്തി. അവൻ പറഞ്ഞു കൗൺസിലിംഗ് നടത്തി. എത്രാമത്തെ കൗൺസിലിംഗ്? 306ാമത്തെ കൗൺസിലിംഗ് ആണ്. അച്ഛൻ അടുത്തത് ചോദിച്ചു, നീ ഒന്ന് കുമ്പസാരിച്ചൊന്നു? കുമ്പസാരിച്ചില്ല. കുമ്പസാരിക്കാതെ ഒരാൾക്ക് ഡെലിവറൻസ് കിട്ടുമോ? എന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകന് ജോലിയില്ല, അപ്പോൾ ഒരു നല്ല ട്രേഡ് പഠിച്ച, ഞാൻ സിവിൽ പഠിച്ചതുകൊണ്ട് നമുക്കറിയാം, ആ ട്രേഡിൽ അവനെ ജോലിക്ക് ഞാൻ ഒരു സ്ഥലത്ത് കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, മകൻ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്നെ അനുസരിക്കില്ല. ഞാൻ പറഞ്ഞു കേൾക്കില്ല, അനുസരിക്കില്ല. കാരണം എന്താ? ചേട്ടന് കൃപയില്ല, ചേട്ടന് അഭിഷേകമില്ല. മുകളിലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ താഴത്തെ കണ്ടത്തിൽ വെള്ളമുണ്ട്. മുകളിലെ കണ്ടത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ തിരിക്കൊന്നും വേണ്ട. തിരിക്കണോ? മുകളിലെ വെള്ളം പൊക്കത്താണെങ്കിൽ താഴത്തെ കണ്ടത്തിലേക്ക് ഏതെങ്കിലും വഴിക്ക് വരും. ഞാൻ പറഞ്ഞു, ചേട്ടൻ മുമ്പ് പോയി കുമ്പസാരിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാമെന്ന് പ്രതിജ്ഞ എടുത്താൽ, കർത്താവ് വേണ്ട ഉടമ്പടി എടുത്താൽ, ചേട്ടൻ കുമ്പസാരിക്കുകയാണെങ്കിൽ ചേട്ടനിൽ കൃപ തന്നാൽ ആ മകൻ വിളിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബന്ധം വിച്ഛേദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്ന് നമ്മളിവിടെ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ മുറി ചെന്ന് ഇരിക്കുന്ന സമയത്ത് പ്രകാരം കാണുന്നത് അവരുടെ മൂത്ത മകൻ വിളിച്ചിരിക്കാം. അപ്പോൾ ഫോൺ വന്നപ്പോൾ ഈ അമ്മച്ചി പറയാം, അച്ഛാ എൻ്റെ മൂത്ത മോൻ വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് കഴിട്ടെ. എന്നിട്ട് പറഞ്ഞു, ഇല്ല, വർഷങ്ങളായിട്ട് എന്നെ വിളിക്കാത്ത, ഭർത്താവ് വിളിക്കുന്നില്ല, മക്കൾ വിളിക്കുന്നില്ല, അവർക്ക് എന്നെ വേണ്ട അച്ഛാ, അവർക്ക് എന്നെ വേണ്ട. ഇവിടെ ഒരു വ്യക്തി ഡെലിവറൻസ് കൃപ കിട്ടിയപ്പോൾ എന്തുണ്ടായെന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് ബന്ധം വിച്ഛേദിച്ച് മാറി നിൽക്കുന്ന അതിൻ്റെ മൂത്ത മകൻ വിളിച്ചിട്ട് ചോദിക്കാം, അമ്മ എവിടെയാ? അല്ലിരിക്കാം. അമ്മ പറഞ്ഞു, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാം, 6 മണിയായി സമയത്ത്. എന്നിട്ട് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറയാം, ഞാൻ എൻ്റെ ഗോവയ്ക്ക് ടൂറ് പോയിക്കൊണ്ടിരിക്കുക. ബന്ധങ്ങളിൽ നമ്മൾ ഡെലിവറൻസ് ചെയ്ത അപ്പോൾ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ കർത്താവ് പുനഃസ്ഥാപിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് ആരാണെന്ന് വെച്ചാൽ നമ്മൾ മാനസാന്തരപ്പെടുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഒരു പെൺകൊച്ച് കൺവെൻഷൻ വന്ന കൊച്ച് എന്നോട് സംസാരിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ വന്നിട്ടില്ലെന്ന്. അപ്പനും അമ്മയ്ക്കും അനിയത്തിക്കും അനിയനും ഇതിനോടൊരു താല്പര്യമില്ല, ധ്യാനത്തിനോടൊരു താല്പര്യം. പരിശുദ്ധ അമ്മ 12 അപ്പസ്തലന്മാരെ വിളിച്ചു കൂട്ടിയപ്പോൾ ഒരാൾ പറയാം, എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. എന്തുണ്ടാവും? പരിശുദ്ധാത്മാവ് കിട്ടുമോ? കിട്ടില്ല. അമ്മ കൂട്ടി ചേർത്ത് 10 ദിവസം. നമ്മുടെ ധ്യാനം എത്ര ദിവസം? 5 ദിവസമോ 3 ദിവസം ഉണ്ടാവുള്ളൂ, അല്ലിരിക്കാം. കാരണം അത്രയും കുറച്ച് ചെയ്യാണ്, അതുപോലും സ്വീകരിക്കാൻ നമ്മൾ. അതുകൊണ്ട് പീഡാസഹന മരണ രഹസ്യങ്ങളുടെ പൂർത്തീകരണം 3 വ്യക്തികളിലൂടെയാണ്. ഇതിനെക്കുറിച്ച് മറ്റ് മതവിഭാഗങ്ങൾ പറയുന്ന സ്ത്രീത്വത്തെക്കുറിച്ച് വളരെ മോശമായിട്ട്, വളരെ വികലമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീത്വം എന്ന് പറയുന്ന അവർ ഗ്രഹിക്കാൻ പറ്റില്ല. ഞാൻ 84 സെമിനാരിൽ ചേർന്ന വിദ്യാർത്ഥിയായിരുന്നു. 84 ചേർന്നിട്ട് 85 ഞാൻ വീട്ടിൽ പോയി. എനിക്കിങ്ങനെ ഈ സഭയിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നും എനിക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായില്ല. അന്ന് ഞാൻ വൈദികനായെങ്കിൽ 2015-17 കാലഘട്ടങ്ങളിൽ എൻ്റെ ജൂബിലി ആഘോഷിച്ചാണ്. ഇപ്പം ഞാൻ ജൂബിലി ആഘോഷിക്കാൻ 2 വർഷത്തോടെയും കാത്തിരിക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നത് കാരണം എന്താ പറഞ്ഞാൽ, അവർക്ക് വിശ്വാസം 6 മാസം കൊണ്ട് എത്തുന്ന കാനാൻ ദേശത്തേക്ക് 40 വർഷം എടുക്കാനുള്ള കാരണം അവർ ദൈവത്തിൽ
വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ പാലക്കാട് രൂപതയിലെ മാത്യു വാഴയിലച്ഛൻ, ഇല്ലത്തോറമ്പിലച്ഛൻ, പട്ടായച്ചൻ, ഞൊങ്ങണിയച്ഛൻ്റെ ബാച്ചിൽ ഞാൻ കയറി വരണ്ട, അതിൽ മുകളിൽ വരണ്ട. ഞാനൊന്ന് എനിക്ക് സഭ ഈ വൈദികരിൽ അല്ലെങ്കിൽ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എനിക്കൊരു അവിശ്വാസം വന്നപ്പോൾ അവിശ്വാസം എന്തായി, എന്നെ കർത്താവ് താഴോട്ട് വിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവായി ദൈവത്തിൻ്റെ ജോലിയുണ്ട്, പുത്രനായി ദൈവത്തിൻ്റെ ജോലി എന്താ? ഈ ഉടമ്പടി തിരിച്ച് സ്ഥാപിക്കുക, പുതിയ തോറ അവർക്ക് കൊടുക്കുക, പുതിയ ഉടമ്പടി സ്ഥാപിക്കുക. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഇത് ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായ കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് ദൈവം ചെയ്ത 3 വ്യക്തികൾ, ഒന്ന് പിതാവായി ദൈവം, ഒന്ന് പുത്രനായി യേശു, പരിശുദ്ധാത്മാവ്. ആ ത്രിത്വത്തിലൂടെയാണ്. ഹല്ലേലൂയ. അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ജോബിൻ്റെ പുസ്തകം 33-ന്റെ 3-4, 34-ന്റെ 14-15 പറയാണ്, എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ജീവൻ നൽകിയത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു. ദൈവ ചൈതന്യം സൃഷ്ടിച്ചു. അപ്പം ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാവരെയും ആത്മാവ് ഏതാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ്. അല്ലേ? 2 സ്ഥലത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പന്തക്കുസ്ത ദിനത്തിൻ്റെ കഴിഞ്ഞ നാളുകളുടെയുള്ള വചനവായനകളെക്കാളും വ്യത്യസ്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സഭജന പുതിയ ചിന്തയിലേക്ക്, പുതിയ പ്രവർത്തനം. ആദ്യത്തെ പന്തക്കുസ്ത കടന്നതിന് ശേഷം ജോൺ 21-ാമൻ മാർപ്പാപ്പയാണ് ഒരു പുതിയ പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു പുതിയ പന്തക്കുസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മാർപ്പാപ്പയാണ്, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ. അതുകൊണ്ട് ഇൻസ്യൂനു ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ പറയാണ്, നിങ്ങൾക്കൊരു പന്തക്കുസ്ത വേണമെങ്കിൽ, ഒരു പ്രാർത്ഥന അനുഭവം വേണമെങ്കിൽ ജോൺ പോൾ 2-ാമൻ്റെ മാധ്യസ്ഥം നിങ്ങൾ തേടണം. നമ്മളെല്ലാ ദിവസവും ഇവിടെ പല ആവർത്തി തേടുന്നൊരു മാർപ്പാപ്പയാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ, ജോൺ 21-ാമൻ മാർപ്പാപ്പ, പോൾ 6-ാമൻ മാർപ്പാപ്പ. സഭയെ പണിത് വരുന്നത് വർത്തിക്കാൻ കൗൺസിൽ അങ്ങനെയുള്ള സൂനദോസുകളെല്ലാം അടിസ്ഥാനം ചെയ്തത് 21-ാം മാർപ്പാപ്പ ചെയ്തു, പോൾ 6-ാമൻ മാർപ്പാപ്പ അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. അത് വീണ്ടും ചെയ്തത് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, സഭയുടെ എല്ലാ വാതിലുകളും തുറന്നിട്, പരിശുദ്ധാത്മാവ് കയറട്ടെ. മാർപ്പാപ്പ ചെയ്തു. ചില സഭ ചെയ്ത തെറ്റുകൾക്ക് മാർപ്പാപ്പ ലോകം മുഴുവനോട് മാപ്പ് ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ ചൈതന്യമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ നിറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് റൂഹായിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. ആത്മീയ ജീവിതം. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെയും 49-ാമത്തെ തിരുവചനത്തിൽ അതിൽ എന്താ, എല്ലാം ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ പ്രകാരമാണെന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെയും സ്ത്രീകന്മാരുടെയും മേൽ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ മേൽ കടന്നു വന്നത് അഗ്നിയും പുകയുമായിട്ടാണ്. ഇത് എവിടെ കിടക്കുന്നത്? സീനാമലയിൽ ദൈവം തോറ കൽപ്പന കൊടുക്കുന്ന സമയത്ത് അഗ്നിയും ധൂപവുമായിട്ട് വന്നു. താഴെ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ മേഘാവൃതം കൊണ്ട് അത് നിറച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമായ കർത്താവ് പ്രകാരം പറഞ്ഞത്, ഈ തോറ അല്ലെങ്കിൽ ഉടമ്പടി ഇസ്രായേൽ ജനം ലംഘിച്ചുകൊണ്ട് വീണ്ടും ജെറമിയ പ്രവാചകനിലൂടെ ദൈവം പറയാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 31-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് പറയാണ്, അവരുമായി ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ അവിശ്വസ്തത കാണിക്കില്ല. ജനം അവിശ്വസ്തത കാണിച്ചാലും ഞാൻ വിശ്വസ്തത കാണിക്കും. കാരണം എനിക്ക് അവരെ പോലെ ആകാൻ പറ്റില്ല. അതുകൊണ്ട് പറയാണ്, ഇപ്രകാരം പറയാണ്, ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, ഹൃദയത്തിൽ വെക്കും, അവരുടെ ഹൃദയത്തിൽ വെക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 59-ാമത്തെ അധ്യായത്തിൽ ഈ 19-20-ാമത്തെ വാക്യത്തിൽ പറയാ, എൻ്റെ ആത്മാവിനെയും എൻ്റെ വചനങ്ങളും എൻ്റെ കൽപ്പനകളും അവരുടെ സന്തതികളോ അവരുടെ സന്തതികളിൽ നിന്നും എടുത്തു, ഇനി ഒരിക്കലും അകന്നു പോവില്ല. അപ്പം ഹൃദയത്തിൽ കൊടുത്തു. അവരുടെ ഹൃദയത്തിൽ പ്രമാണം എഴുതി, തോറ അവരുടെ ഹൃദയത്തിൽ എഴുതി. അല്ലെ? രണ്ടാമത് പറയാണ്, ഇപ്രകാരം പറയാണ്, നമ്മൾ പറയും പാപം കുമ്പസാരിച്ചാലും എൻ്റെ പാപം ഞാൻ ഓർത്തുകൊണ്ടിരിക്കുക. കർത്താവ് പാപം മറന്നു കളഞ്ഞു. കർത്താവിൻ്റെ പാപത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഇതാണ്, ഞാൻ അവരുടെ പാപം ഇനി
അനുസ്മരിക്കില്ല, ഓർമ്മിക്കില്ല. ഇതാണ് ജെറമിയ പ്രവാചകനുമായിട്ട് ഇസ്രായേൽ ജനത്തോട് പഴയ തോറ, പഴയ ഉടമ്പടി നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം ഇതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, ഞാൻ അവരുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു, തിരുരക്തത്തിലൂടെ ഉടമ്പടി. അവരുമായി ഒരു ഉടമ്പടി പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അപ്പോൾ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ തിരുരക്തത്താലുള്ള ഉടമ്പടിയാണ്. ആദ്യം അവരുമായിട്ട് ഉടമ്പടി ചെയ്തു, അത് ലംഘിച്ചു. വീണ്ടും എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു, അതോ അവർ ലംഘിച്ചു. അപ്പം എന്ത് ചെയ്തു? ദൈവം പറയാണ്, സഖറിയ പ്രവാചകൻ, മലാക്കി പ്രവാചകൻ വരുമ്പോൾ നമുക്ക് ദർശനങ്ങൾ, സന്ദേശങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാണ്, ഞാൻ അവരുമായ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, അത് രക്തത്താലും ശരീരത്താലുമുള്ള ഉടമ്പടി. വീണ്ടും പറയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉടമ്പടി സ്ഥാപിക്കണമെങ്കിൽ രണ്ട് സമൂഹം വേണ്ടേ? ദൈവം വേണം, ഒരു ജനം. ആ ജനമാണ് ക്രൈസ്തവർ അല്ലെങ്കിൽ വിശ്വാസികൾ. അല്ലേ? മൂന്നാമത് അവരുമായിട്ട് ഒരു തോറ സ്ഥാപിച്ചു. തോറ അല്ലെങ്കിൽ റൂഹായെ സ്ഥാപിച്ചു. തോറ എന്ന് പറയുന്ന നിയമം അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റൂഹായി ഉണ്ടെങ്കിൽ നിയമം അനുസരിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളോട് പറഞ്ഞു നോക്ക്, ഒരു കാര്യം പറഞ്ഞു, അവൻ പറഞ്ഞു ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയും. അല്ലേ? മദ്യപാന പാപമല്ല എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹമുണ്ട്. അച്ഛന്മാരും ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം എന്താ? അവന് വചനം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്ഥാപിച്ചു. തിരുരക്തവും തിരുശരീരത്തിലൂടെയും ഉടമ്പടി സ്ഥാപിച്ചു. പുതിയൊരു ജനതയായിട്ട് കർത്താവ് നമ്മളെ അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഒരു വ്യക്തി മാമുദീസ സ്വീകരിക്കുമ്പോൾ അവന് 3 കൂദാശകൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, അവൻ മാമുദീസ സ്വീകരിക്കുന്നു, അവൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശരീരം ഇരിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് അവൻ്റെ ശരീരത്തിലാണ്, അവൻ്റെ ഹൃദയത്തിലാണ്. വചനം പറയുന്ന ഇപ്രകാരമാണ്, ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുക. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഹൃദയത്തിൽ എന്തുണ്ട് അത് അവൻ ചെയ്യും. അല്ലേ? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അല്ലേ? ഏഷ്യണി പരിദൂഷണം വരുന്നത്. അപ്പം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ സ്ഥാപിച്ചു. വീണ്ടും നൽകാണ്. ആ കൊച്ച് വലുതായിട്ടില്ല, കൊച്ചുകുട്ടിയാണ്. ചിലപ്പോൾ 1 മാസം, 2 മാസം, 5 മാസമായ കുട്ടിക്ക് എന്താ കൊടുക്കുക? പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, സ്ഥൈലലേപനം കൊടുക്കുക, ഒന്നുകൂടി അവനെ വിശ്വാസം സ്ഥിരീകരിക്കുക. അല്ലേ? അവനെ പടയാളി. മൂന്നാമത് ചെയ്യുന്ന ഒരു കാര്യം, ഈ തിരുരക്തം എടുത്ത് ഉടമ്പടി രക്തം അവൻ്റെ വായിലൊഴിച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ 3 കുദാശകളും പ്രാരംഭ ഓറിയൻ്റൽ സഭയിൽ 3 കുദാശകളും ഈ ഒരു കൊച്ചിന് കൊടുക്കുന്നതിൻ്റെ കാരണം, ഇവൻ ഒരിക്കലും ഈ ലോകത്തിൻ്റെ മേൽ അടിമയാകരുത്, ജീവൻ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരം പറയുന്നത്, കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ പരിശുദ്ധാത്മാവ് കൂടാതെ ഒരാൾക്ക് ദൈവത്തെ വിളിച്ച് യേശു ക്രിസ്തുവിനെ വിളിച്ച് പറയാനായിട്ട് സാധിക്കില്ല. യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ്. നമ്മുടെ ക്രിസ്ത്യാനികളോട് ചോദിക്കും, ദൈവ അത് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അത് വിശ്വാസമല്ല. അല്ലേ? ഞാനൊരു ISRO എഞ്ചിനീയറെ കണ്ടു. ഇവിടെ ആസ്പത്രിയിൽ വന്ന് കിടക്കുക, മരണത്തോട് മല്ലടിക്കുക. എഞ്ചിനീയറാണ്, ISROയിലെ ബെസ്റ്റ് എഞ്ചിനീയറാണ്. അല്ലേ? ഞാൻ ഇന്ന് പോരുമ്പോൾ ചോദിച്ചു, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു മാറ്റവും ഇല്ല. അല്ലേ? വലിയ എഞ്ചിനീയറൊക്കെയാണ്, പക്ഷേ ദൈവം ഇടപെടാതെ നമുക്ക്. അച്ഛൻ വലിയ ഡെലിവറൻസ് ചെയ്യുന്ന ആളൊക്കെയാണ്, പക്ഷേ പരിശുദ്ധാത്മാവില്ലെങ്കിൽ. അല്ലേ? നിങ്ങൾ വലിയ ഡോക്ടർമാരെ, IAS, IPS ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ആളുകളായിരിക്കും, B.Tech M.Tech പഠിച്ചതായിരിക്കും, പരിശുദ്ധാത്മാവില്ലെങ്കിൽ. അതുകൊണ്ട് എവിടെ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിനെ പിൻവലിച്ചാൽ നീ ശൂന്യനായി പോകും. അല്ലേ? അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലും, നമുക്ക് വചനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും, നമ്മുടെ നെടുവീർപ്പുകൾ അവാച്യമായിട്ട്.
ആ ആത്മാവാണ് ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്, വേദനകളോ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു നെടുവീർപ്പ് അങ്ങ് പോകും അല്ലേ. നെടുവീർപ്പ് പോകുമെന്ന് പറഞ്ഞാൽ ആ നെടുവീർപ്പ് പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു പുതിയ ജനതയാണ് നമ്മൾ അല്ലേ, പുതിയ ജനതയാണ്. അതിന് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലൂടെയും രക്തത്തിലൂടെ ഉടമ്പടി ദൈവം സ്ഥാപിച്ചു. ആ സ്ഥാപിക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളത് പരികർമ്മം ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും പരികർമ്മം ചെയ്യണം, സ്വീകരിക്കണം. ഒരു കുടുംബം ഭിന്നതയിലായിരിക്കുന്ന ഒരു കുടുംബം ഒരു വീട്ടിൽ മാറി താമസിക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ പോയി അവൾ പറയുക എനിക്ക് പള്ളി പോകാൻ പറ്റില്ല. പള്ളി പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളി പോകുന്നവരുടെ നാക്കല്ലെന്നുള്ള നീട്ടമുണ്ട്. നീ എന്താ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും അല്ലേ, അങ്ങനെയല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പള്ളി പോകുന്നവരെ പള്ളി പിടിക്കാത്തതിൻ്റെ ഒരു സമൂഹം ആരാണെന്ന് വെച്ചാൽ നമ്മൾ പള്ളി പോകുന്നവരാ. നീ എന്താ പ്രശ്നം? പോകുന്നില്ലേ? ചേട്ടനായിട്ട് ഉടക്കമായോ? വിവാഹം വേർപെടുത്തിയോ? പോന്നോ? നിർത്തിയോ? എന്തിനാ ചോദിക്കുക? എന്തെല്ലാം കാര്യങ്ങളാണ് പള്ളിയിൽ പോകുമ്പോൾ ചെയ്യുന്നത്. പഴയ കാലത്ത് കാരണവന്മാർ പള്ളിയിൽ പോകുമ്പോൾ എന്താണെന്ന് അറിയുമോ? അവിടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ജപമാല ചൊല്ലി അങ്ങോട്ട് പോകും, ജപമാല ചൊല്ലി ഇങ്ങോട്ട് വരും. ഇപ്പം നമ്മൾ വർത്താനം പറഞ്ഞ് അങ്ങോട്ട് പോകും, വർത്താനം പറഞ്ഞു വരും. പ്രശ്നത്തൊരു കാര്യം മാറ്റോ ഇല്ല. പള്ളിയിൽ പോയി വരുമ്പോൾ പ്രശ്നം വീട്ടിൽ കൂടുതലാണ്. 2 ആളും കുർബാനയ്ക്ക് പോയതാ. ഒരു പയ്യനെക്കുറിച്ച് ഇപ്രകാരം അറിഞ്ഞ് അതിൻ്റെ അപ്പം വന്നിട്ട് പറഞ്ഞു, നല്ല പയ്യനാച്ചാ. അമ്മയും പറഞ്ഞു നല്ല പയ്യനാ, പള്ളി പോയി കുർബാന സ്വീകരിക്കും, അവൻ കൃത്യ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചില സമയത്ത് അവൻ വയലൻ്റ് ആയിരിക്കുമ്പോൾ ഷർട്ടൊക്കെ വലിച്ചു കയറി എറിഞ്ഞു കളയും. ഇതാ നല്ല പയ്യൻ. അവൻ ഏതൊരു ധ്യാനേന്ദ്രം കൊണ്ടുപോയി വന്നു കഴിഞ്ഞ് ആ വന്ന് കയറി മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ വീണ്ടും അത് ചെയ്തു തുടങ്ങി. അപ്പോൾ അവർ ആരെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞാൻ. 2ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞാനൊരു പുതിയ ജനതയാണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ആചരിക്കാൻ പറ്റാത്ത ദൈവകൽപ്പനകൾ ദൈവം ചെയ്തൊരു കാര്യം ആത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ റൂഹായാണ്. റൂഹ എന്ത് ചെയ്യും? നമ്മളെ ഉത്തേജിപ്പിക്കും. വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. ആത്മാവേ, എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മ വന്ന എല്ലാം സമൂലം കർത്താവ് എടുത്ത് മാറ്റും. ലോകസുഖങ്ങൾ, ലോകത്തിന്റെ ജഡിക സ്വഭാവങ്ങൾ, മദ്യപാനം, മയക്ക് മരുന്ന്, എല്ലാ ആസക്തികളും എടുത്തു മാറ്റുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് എല്ലാം പുനഃസ്ഥാപിക്കും, പരിശുദ്ധാത്മാവ് എല്ലാം ക്ലീനാക്കി മാറ്റുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അപ്പോസ്തലന്മാർ പോയ സ്ഥലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയിൽ വർഷിക്കാനുള്ള കാരണം പരിശുദ്ധാത്മാവ് അവരെ ഏറ്റെടുത്തു. അതേപോലെ തന്നെ നമ്മയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒപ്പം ഡെലിവറൻസിന്റെ മേഖല, ഡെലിവറൻസിന്റെ ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന്റെ അധിപന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങൾ ദേവി ദേവന്മാർക്ക് സമർപ്പിച്ചതിന്റെ ദേശത്തിന്റെ അധിപന്മാര് ഞങ്ങളുടെ പൗരോഹിത്യ അധികാരി ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:4 വെച്ച് ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. കൊളോസ്സർ 1:13 വെച്ച് ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. കൊളോസ്സർ 1:21 വെച്ച് ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. എഫേസർ 3:1-2 വെച്ച് ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഹല്ലേലൂയ. മത്തായി 16:14-19 വെച്ച് ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റുന്നു. അന്ധകാര സത്യങ്ങൾ, പൈശാചിക വീട്, ആധിപത്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ വിട്ടുപോട്ടെ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിന്റെ സ്ത്രീത്വത്തിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, വിശ്വാസിക്കുന്നു പറ്റും. നിങ്ങൾ ലോകമായി പോയി സകല ശുദ്ധിയുടെ വിശ്വസിക്കാത്തവരുടെ വിശ്വസിക്കപ്പെടും, വിശ്വസിക്കുന്നവരുടെ ഇടയുണ്ട്. എന്റെ നാമത്തിൽ പിശാചുകളെ പുറത്ത് പുതിയ മാറ്റങ്ങൾ
സ്നേഹമുള്ളവരെ, നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു കുടുംബം അവരുടെ സ്വന്തമല്ല, അവർ വാങ്ങി കുറച്ച് സ്ഥലം നമുക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ്. പക്ഷെ അവർ അത് വാങ്ങിയിട്ട് നമുക്ക് ഒരു 1,70,000 1.25 ലക്ഷം രൂപയോടത്തോളം കൊടുത്താൽ മതി. അതിൽ 1 ഏക്കർ സ്ഥലം അവർ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നതാണ്. താമസമുള്ള ധ്യാനം നടത്തണമെന്ന് ഒരു വലിയൊരു ആഗ്രഹം ഇവിടെ കുടുംബാംഗങ്ങൾ, അവരുടെ 3 കുടുംബങ്ങളോടത്തോളം ഇവിടെ ഒരു വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ട ഒരു കുടുംബം 3 വർഷമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ആഗ്രഹം അവർ നിർബന്ധിച്ച് അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കണം. നല്ല വിലയുള്ള സ്ഥലമാണ്, റോഡ് സൈഡാണ്, ഹൈവേയോട് ചേർന്നാണ്. നമുക്കത് എടുക്കാനായിട്ട് പിതാവും ആവശ്യപ്പെട്ടു. ഒറ്റ കാര്യമുള്ളൂ, 24 മണിക്കൂറും നമുക്ക് ദിവ്യാനം എടുത്തു വെച്ച് സഭയ്ക്കും യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ്. അച്ഛൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. ദൈവം നൽകിയ പ്രേരണ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് സാധ്യം 1 സെൻറ്റോ 1/2 സെൻറ്റോ 1/4 സെൻറ്റോ അല്ലെങ്കിൽ 8-1 നിങ്ങൾക്ക് തരാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ 1000 500 ഏതൊക്കെ വിധത്തിൽ തരാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയാണ്, സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.